അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കടുത്ത തലവേദന ഉണ്ടാക്കിക്കൊണ്ട് മിഡിൽ ഈസ്റ്റിലെ യുദ്ധസൂചകങ്ങൾ കൂടുതൽ ഭയാനകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വൈറ്റ് ഹൌസിന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് യമനിലെ ഹൂതി വിമതർ ഇറാൻ US യുദ്ധത്തിലേക്ക് നേരിട്ട് പ്രവേശിച്ചിരിക്കുന്നു. ചെങ്കടലിനെയും ഏഷ്യൻ യൂറോപ്യൻ വ്യാപാര പാതകളെയും ബന്ധിപ്പിക്കുന്ന അതിപ്രധാനമായ ബാബൽ മന്ദബ് കടലിടുക്കിൽ സൗദി അറേബ്യക്കെതിരെ കടുത്ത ഉപരോധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹൂതികൾ തങ്ങളുടെ പുതിയ പടപ്പുറപ്പാട് അറിയിച്ചിരിക്കുന്നത്. ഇത് മേഖലയിലെ സാമ്പത്തിക സൈനിക ഭൂപടത്തെ പൂർണ്ണമായി മട്ടിമറിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. അതേസമയം ഇറാന് നേരെ വൻതോതിലുള്ള പുതിയ വ്യോമാക്രമണ പരമ്പരയ്ക്കാണ് അമേരിക്ക തുടക്കമിട്ടിരിക്കുന്നത്. എന്നാൽ പ്രതീക്ഷിച്ചതിലും ശക്തവും ആക്രമണോത്സുകവുമായ തിരിച്ചടിയാണ് ഇറാൻ തിരിച്ചടിക്കുന്നത്. US ആർമിയുടെ മുന്നറിയിപ്പുകളെയും പ്രതിരോധ വ്യൂഹങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇറാനിയൻ മിസൈലുകളും ഡ്രോണുകളും മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമാക്കി പാഞ്ഞെടുക്കുകയാണ്. സംഘർഷം നിയന്ത്രണാതീതമായി പടരുന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് പശ്ചിമേഷ്യയിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ ചോരക്കളത്തിനിടയിൽ അമേരിക്കയിൽ കനത്ത ശോകഛായ പടർത്തിക്കൊണ്ട് പെന്റഗൺ തങ്ങളുടെ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വെളിപ്പെടുത്തി. ജോർദാനിൽ നടന്ന ഇറാനിയൻ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 4 US സൈനികരിൽ 2 പേരുടെ ചിത്രങ്ങളും വിവരങ്ങളും US മിലിറ്ററി പുറത്തുവിട്ടു. സ്വന്തം സൈനികരുടെ ജീവൻ പൊലിയുന്നത് അമേരിക്കയ്ക്കുള്ളിൽ ട്രംപ് ഭരണകൂടത്തിനെതിരെ വലിയ ജനരോഷത്തിന് വഴിവെച്ചിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുമെന്ന വാഗ്ദാനത്തോടെ അധികാരത്തിലെത്തിയ ട്രംപിന് സ്വന്തം സൈനികരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ്. ബാബൽ മന്ദബ് കടലിടുക്കിലെ ഹൂതികളുടെ ഉപരോധം ആഗോള എണ്ണ വിപണിയെയും വാണിജ്യ മേഖലയെയും ആകെ ഉലച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിലേക്ക് പോകുന്നതും അവിടെ നിന്ന് വരുന്നതുമായ എല്ലാ കപ്പലുകളെയും ലക്ഷ്യമിടുമെന്നാണ് ഹൂതി വക്താക്കൾ നൽകുന്ന മുന്നറിയിപ്പ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വാണിജ്യ പാതകളിൽ ഒന്ന് അടയുന്നത് ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാക്കും. ഇത് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയെയും ട്രംപിന്റെ ആഭ്യന്തര നയങ്ങളെയും നേരിട്ട് ബാധിക്കും. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം കനത്ത പ്രഹരമാണ്. തങ്ങളുടെ സാമ്പത്തിക അടിത്തറയായ എണ്ണ കയറ്റുമതി തടസ്സപ്പെടുന്നത് രാജ്യത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിയിടും. ഇതിനോടകം തന്നെ മേഖലയിലെ സുരക്ഷാ ആശങ്കകൾ കാരണം പ്രധാന കപ്പൽ കമ്പനികൾ പലതും ബാബൽ മന്ദബ് വഴിയുള്ള യാത്ര നിർത്തിവെച്ച മട്ടാണ്. ഹൂതികൾ കൂടി നേരിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയതോടെ സൗദിയുടെ സുരക്ഷ വീണ്ടും ചോദ്യചിഹ്നമായി മാറുകയാണ്. അമേരിക്കൻ സേന ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണങ്ങൾ ഇറാനെ തളർത്തുന്നതിന് പകരം കൂടുതൽ പ്രകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായി ഇതിനെ കാണുന്ന ഇറാൻ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളെയും മധ്യപൂർവ്വ ദേശത്തെ US താവളങ്ങളെയും ഒരുപോലെ ലക്ഷ്യമിടുന്നുണ്ട്. ഇറാന്റെ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ചാണ് ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിക്കുന്നത്. ജോർദാനിലെ US സൈനിക താവളത്തിന് നേരെയുണ്ടായ ആക്രമണം ഇറാൻ പ്രതിരോധ ശേഷി എത്രത്തോളം കൈവരിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ്. അമേരിക്കൻ വ്യോമ പ്രതിരോധ നിരയെ മറികടന്ന് സൈനികൻ കൊല്ലപ്പെട്ട സംഭവം പെന്റഗണിനെ ഞെട്ടിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട സൈനികരുടെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ US മാധ്യമങ്ങളിലും ജനങ്ങൾക്കിടയിലും യുദ്ധത്തിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാവുകയാണ്. ഇനി ഒരു അവസാനമില്ലാത്ത യുദ്ധത്തിലേക്ക് അമേരിക്ക കൂപ്പുകുത്തുകയാണോ എന്ന ചോദ്യവും ട്രംപിന് നേരെ ഉയരുന്നുണ്ട്. ഹൂതികളുടെ വരവോടെ യുദ്ധത്തിന്റെ വ്യാപ്തി യമനിലേക്കും റെഡ് സീ മേഖലയിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ഇറാൻ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന സഖ്യകക്ഷികൾ ഒന്നടങ്കം ഒരേ സമയം ആക്രമണം അഴിച്ചുവിടുന്ന തന്ത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് അമേരിക്കയ്ക്ക് ഒരേ സമയം ഒന്നിലധികം മുന്നണികളിൽ പോരാടേണ്ട അവസ്ഥയുണ്ടാക്കുന്നുണ്ട്. സൈനികമായും സാമ്പത്തികമായും ഇത് US-നുണ്ടാക്കുന്ന നഷ്ടവും ചെറുതല്ല. വാഷിംഗ്ടണിൽ ട്രംപിന് മേലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ഓരോ മണിക്കൂറിലും വർദ്ധിച്ചു വരികയാണ്. പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾ ട്രംപിന്റെ വിദേശ നയത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിക്കഴിഞ്ഞു. യാതൊരു കൃത്യമായ ആസൂത്രണവുമില്ലാതെ അമേരിക്കയെ മറ്റൊരു വൻ യുദ്ധത്തിലേക്ക് തള്ളിയിടുകയാണ് ട്രംപ് ചെയ്യുന്നതെന്നാണ് അവരുടെ പ്രധാന ആരോപണം. ഭരണകൂടത്തിനുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ പുകയുന്നുണ്ടാണ് റിപ്പോർട്ടുകൾ. ഇറാൻ തങ്ങളുടെ പരമാവധി ശക്തി ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ തീരുമാനിച്ചതോടെ മേഖലയിലെ അമേരിക്കൻ സഖ്യകക്ഷികളായ ഇസ്രയേലും ഗൾഫ് രാജ്യങ്ങളും വലിയ ഭീതിയിലാണ്. ഇറാനിൽ നിന്നുള്ള മിസൈൽ മഴ തടയാൻ അമേരിക്കൻ സംവിധാനങ്ങൾക്ക് പൂർണ്ണമായും സാധിക്കുന്നില്ല എന്നത് ഇവരുടെ ഉത്കണ്ഠ വർദ്ധിപ്പിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ US ആധിപത്യത്തിന് തന്നെ വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. സൗദി അറേബ്യയ്ക്ക് നേരെ ഹൂതികൾ ഏർപ്പെടുത്തിയ ഉപരോധം അന്താരാഷ്ട്ര തർക്കങ്ങൾക്ക് പുതിയൊരു വഴിത്തിരിവായി മാറിയിട്ടുണ്ട്. ലോകരാജ്യങ്ങൾ ഭീതിയോടെയാണ് ഈ നീക്കത്തെ നോക്കിക്കാണുന്നത്.
യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അടിയന്തര ഇടപെടലിന് ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും ആക്രമണം ശക്തമാക്കുന്ന സമീപനമാണ് ഇരുവിഭാഗവും സ്വീകരിക്കുന്നത്. ചർച്ചകൾക്കുള്ള വാതിലുകൾ പൂർണ്ണമായും അടഞ്ഞ മട്ടാണ്. US സൈനികരുടെ മരണം ട്രംപിനുണ്ടാക്കിയ വൈകാരികവും രാഷ്ട്രീയവുമായ ആഘാതം ചെറുതല്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ ഭാവിയിലും ഇത് നിഴൽ വീഴ്ത്തും. സൈനികരുടെ രക്തത്തിന് പകരം വീട്ടുമെന്ന പ്രഖ്യാപനവുമായി അമേരിക്ക കൂടുതൽ കടുത്ത ആക്രമണങ്ങൾക്ക് തുനിഞ്ഞാൽ അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന് തന്നെ വഴിമരുന്നിട്ടേക്കാം. ഇറാന്റെ തന്ത്രപരമായ നീക്കങ്ങൾക്ക് മുൻപിൽ പലപ്പോഴും അമേരിക്ക പതറുന്ന കാഴ്ചയാണ് കാണുന്നത്. മേഖലയിലെ പ്രാദേശിക ശക്തികളെ ഉപയോഗിച്ച് അമേരിക്കയെ വട്ടമിട്ട് പറപ്പിക്കുക എന്ന ഇറാനിയൻ തന്ത്രം വിജയം കാണുകയാണ്. ഹൂതികൾ ചെങ്കടലിൽ ഉണ്ടാക്കുന്ന ഭീഷണി ഇറാൻ യുദ്ധത്തിന് വലിയ മേൽക്കൈ നൽകുന്നുണ്ട്. അമേരിക്കൻ വ്യോമസേന നടത്തുന്ന ബോംബാക്രമണങ്ങൾ ഇറാനെ പിന്തിരിപ്പിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ നഷ്ടക്കണക്കുകൾ പുറത്തുവിടുമ്പോഴും വീണ്ടും തിരിച്ചടിക്കാൻ ഇറാൻ തയ്യാറെടുക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ സമാധാനം പൂർണ്ണമായും തകരുകയും പകരം തോക്കുകളുടെയും മിസൈലുകളുടെയും മുഴക്കം മാത്രം അവശേഷിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയത്തിലെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് അമേരിക്ക ഇപ്പോൾ കടന്നു പോകുന്നത്. ഹൂതികളുടെ കടന്നുവരവും സൗദിക്കെതിരെയുള്ള ഉപരോധവും സ്വന്തം സൈനികരുടെ മരണവും ട്രംപിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അമേരിക്ക സ്വീകരിക്കുന്ന നിലപാടുകൾ പശ്ചിമേഷ്യയുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ഭാവിയെ നിർണ്ണയിക്കുന്നതായിരിക്കും.